നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഗർഭിണികൾക്ക് നോയമ്പെടുക്കാമോ? സാധാരണ ഈ വിശുദ്ധമായ നോയമ്പ് ആചരിക്കുന്ന ഈ റമദാൻ മാസത്തിൽ പ്രഗ്നൻ്റ് ലേഡീസ് സാധാരണ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതിനൊരു ആബ്സല്യൂട്ട് യേസ് അല്ലെങ്കിൽ നോ എന്ന് പറയാൻ പറ്റത്തില്ല. മെഡിക്കൽ സയൻസ് സാധാരണ പ്രഗ്നൻ്റ് ലേഡീസ്, മുലയൂട്ടുന്ന അമ്മമാർ, അസുഖമുള്ളവർ തുടങ്ങിയവർക്ക് നോയമ്പെടുക്കാൻ ഉള്ള അനുമതി നൽകുന്നില്ല. എന്നാൽ പല സ്റ്റഡീസും പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ലാത്ത ലോ റിസ്ക് ആയിട്ടുള്ള പ്രഗ്നൻ്റ് ലേഡീസ്, അതായത് അവർക്ക് മറ്റുള്ള അസുഖങ്ങളൊന്നുമില്ല, കുഞ്ഞിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല എങ്കിൽ നോയമ്പെടുക്കുന്നത് അവർക്ക് കുഴപ്പമില്ല എന്ന് പല സ്റ്റഡീസിലും തെളിയിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ വന്ന ഒരു സ്റ്റഡി തന്നെ ലോ റിസ്ക് പോപ്പുലേഷനിൽ അവരുടെ ഈ നോയമ്പ് കാരണം കുഞ്ഞിനോ അമ്മയ്ക്കോ പ്രത്യേകിച്ച് പ്രോബ്ലം ഉണ്ടാകുന്നില്ല എന്നുള്ള സ്റ്റഡിയുണ്ട്. എന്നാൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർ, അതായത് പ്രഷർ, ഷുഗർ, കുഞ്ഞിൻ്റെ സൈസ് കുറവുള്ളവർ, വലിപ്പം കുറവുള്ളവർ, കുഞ്ഞിന് ചുറ്റുമുള്ള ആ ഫ്ലൂയിഡ് കുറവുള്ളവർ, അങ്ങനെ ഉള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ലേഡീസ് നോയമ്പ് എടുക്കാൻ പാടില്ല. അപ്പോൾ നോയമ്പ് എടുക്കുക എന്നുള്ളത് ഓരോ സ്ത്രീയുടെയും അവരുടെ ഡിസിഷനാണ്. ഓരോ പ്രഗ്നൻസിയും ഡിഫറൻ്റാണ്, ഓരോ പ്രഗ്നൻ്റ് ലേഡീസും യുണീക്കാണ്. അപ്പോൾ നോയമ്പ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ തങ്ങളുടെ ആ ഡോക്ടറെ സമീപിച്ച് ഈ നോയമ്പെടുക്കുന്നതിൽ തങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും അനലൈസ് ചെയ്യേണ്ടതാണ്. സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്യുക, ഈ നോയമ്പെടുക്കുമ്പോൾ ഏതെങ്കിലും സമയത്ത് നോയമ്പിൽ എടുക്കുന്ന സമയത്ത്, അതായത് ഹൈഡ്രേഷൻ്റെ പ്രോബ്ലം, അതായത് നമുക്കറിയാം ഈ റമദാൻ മാസം ഇത്രയും ഹോട്ടായിട്ടുള്ള ഈ സമ്മർ സീസണിൽ നോയമ്പെടുക്കുമ്പോൾ പ്രത്യേകിച്ച് വെള്ളം പോലും കുടിക്കാതെയുള്ള ഈ നോയമ്പ് പ്രത്യേകിച്ച് വളരെ ഡീഹൈഡ്രേഷൻ ചിലർക്കുണ്ടാക്കാം. അപ്പോൾ ഡീഹൈഡ്രേഷൻ്റെ, അതായത് നിർജ്ജലീകരണത്തിൻ്റെ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും, അതുപോലെ തന്നെ വെയിറ്റ് വളരെയധികം കുറഞ്ഞു പോകുന്ന അവസ്ഥ, അതുപോലെ യൂറിൻ നിർജ്ജലീകരണം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? സാധാരണ യൂറിൻ്റെ ക്വാണ്ടിറ്റി കുറയും, യൂറിൻ ഹൈ കളേർഡ് ആകും, അതായത് നല്ല യെല്ലോ കളറുള്ള യൂറിനാകാം. ചിലർക്ക് യൂറിനകത്ത് ഈ നിർജ്ജലീകരണം വന്ന് കീറ്റോൺ ബോഡി എന്നുള്ള ഒരു സബ്സ്റ്റൻസ് യൂറിനിലൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ യൂറിനൊരു പ്രത്യേക സ്മെല്ല് വരെ അറിയാം. അപ്പോൾ നല്ല വെയിറ്റ് കുറയുക, ഇങ്ങനെയുള്ള ഡീഹൈഡ്രേഷൻ്റെ എന്തെങ്കിലും സിംറ്റംസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ നോയമ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഏത് സമയത്തും വില്ലിങ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറയും, തുടർച്ചയായിട്ട് നോയമ്പെടുക്കുമ്പോൾ ആദ്യം 1-2 ദിവസം എടുക്കുക, ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് ഓക്കെ ആണോ എന്നുള്ളതൊന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ട് നോയമ്പെടുക്കുകയാണെങ്കിൽ അതും നന്നായിരിക്കും. അപ്പോൾ നോയമ്പെടുക്കുന്ന സമയത്ത് ഗർഭിണികൾക്ക് വളരെ കുറച്ച് സമയത്തെ അവർക്ക് ആ ഉണർന്നിരുന്ന് ആ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, അല്ലെ വെള്ളം കുടിക്കാൻ പറ്റുന്ന സമയമുള്ളൂ. അപ്പോൾ അല്ലാത്ത സമയത്ത് കഴിക്കുന്ന ഏകദേശം അതേ പോഷകങ്ങളും അത്രയും ക്വാണ്ടിറ്റി ഓഫ് വാട്ടറും ഒക്കെ ഈ അമ്മ ഈ ഉണർന്നിരിക്കുന്ന ഈ ഫാസ്റ്റിംഗ് അല്ലാത്ത സമയത്ത് കുടിക്കേണ്ടതുമാണ്. ഇത്രയും സമയം ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കൂടുതൽ വെള്ളം ഒരുമിച്ച് കുടിക്കാനോ അല്ലെങ്കിൽ ആഹാരം കൂടുതൽ ഒരുമിച്ച് കഴിക്കുന്നതോ നല്ലതല്ല. അതായത് വളരെ ഷുഗർ കുറഞ്ഞു പോകുന്നതും പെട്ടെന്ന് ഷുഗർ ഒത്തിരി കൂടുന്നതും പ്രഗ്നൻസിയിൽ നല്ലതല്ല. അപ്പോൾ നമ്മൾ ആദ്യം പറയും, ഈ നാച്ചുറൽ ഷുഗേഴ്സുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഈ ഡേറ്റ്സ് പോലത്തെ ഫുഡ് കൊണ്ട് ആദ്യം നോയമ്പ് തുറന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത മീലിൽ നമ്മൾ പ്രഗ്നൻ്റ് ലേഡീസിനോട് സാധാരണ കഴിക്കാൻ പറയുന്ന, അതായത് ലെഗ്യൂംസ്, അതായത് പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, ഹോൾ ഗ്രെയിൻ കൊണ്ടുള്ള ബ്രെഡ്, അല്ലെങ്കിൽ അതുപോലത്തെ അപ്പം, ഓട്സ്, അങ്ങനെ ഈ എനർജി, അതായത് കാർബോഹൈഡ്രേറ്റ് ഒക്കെ സ്ലോലി റിലീസ് ചെയ്യുന്ന ഫുഡ് കഴിച്ചാൽ അവർക്ക് ആ എനർജി ലെവൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, ത്രൂ ഔട്ട് ദ ഡേ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കുഞ്ഞിനും ആ ന്യൂട്രിയൻസ് കുറേശ്ശെ അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറയാറുള്ളത്, വെള്ളം ഒരുമിച്ച് കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചിലർക്ക് നമ്മൾ പറയും അലാം വെച്ച് തന്നെ ഓരോ ഹാഫ് ആൻ അവർ, അല്ലെങ്കിൽ നമ്മൾ ആ എത്ര സമയമാണോ അത് കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് എത്ര സമയം വെള്ളം കുടിക്കാൻ പറ്റുമോ ഓരോ ഹാഫ് ആൻ അവർ, അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 10-12 ഗ്ലാസ്സെങ്കിലും മിനിമം വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ വാട്ടർ ലോഡഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ, അതുപോലത്തെ ഫ്രൂട്ട്സൊക്കെ, വാട്ടർമെലണിലുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിച്ചാൽ കൂടുതലും ഈ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് കുറേയും കൂടെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഈ പ്രഗ്നൻ്റ് ലേഡീസിനും ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടും. ഡീഹൈഡ്രേഷൻ്റെ പ്രോബ്ലം അമ്മയ്ക്കോ കുഞ്ഞിനോ ഒന്നും ഉണ്ടാകാതെയും നമുക്ക് ഈ നോയമ്പ് സുഗമമായി മുന്നോട്ട് എടുക്കാനും സാധിക്കും.
അപ്പോൾ ഈ നോയമ്പ് എടുക്കണമോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും ഡിസിഷനാണ്. അത് പ്രത്യേകിച്ച് അമ്മയ്ക്കോ കുഞ്ഞിനോ പ്രോബ്ലം ഉണ്ടാകാതെ നോയമ്പെടുക്കണം. നമുക്കറിയാം ഈ 9 മാസം അമ്മയിൽ നിന്നാണ് ഈ കുഞ്ഞിന് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം ലഭിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നോയമ്പെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഈ ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തങ്ങളുടെ ന്യൂട്രീഷൻ, അതായത് തങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, അതായത് നമ്മൾ എല്ലാം ഈ കുഞ്ഞിന് ആവശ്യത്തിന് ലഭ്യമാകുന്നു എന്നുള്ള ആ ഉത്തരവാദിത്വം അമ്മയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പിന്നെ നമ്മളെപ്പോഴും പറയും ഹൈ കാലറിയുള്ള, അതുപോലെ കൂടുതൽ ഷുഗറുള്ള, അതായത് സ്വീറ്റ് ബോൾസ്, അതുപോലെ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കണം. ഒത്തിരി ഷുഗറി ഫുഡ്, നമ്മൾ സാധാരണ ജ്യൂസിലൊക്കെ പ്രത്യേകിച്ച് ഷുഗർ ആഡ് ചെയ്ത് അങ്ങനെ കഴിക്കരുത്. നാച്ചുറൽ ഷുഗർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സ്, ജ്യൂസസ്, അങ്ങനത്തെ പൾപ്സൊക്കെയാണ് കൂടുതൽ നല്ലതായിട്ടുള്ളത്. അതുപോലെ തന്നെ കൂടുതൽ ഫ്രൈഡ് ഐറ്റംസും കഴിവതും ഒഴിവാക്കണം. കൂടുതൽ ഫാറ്റി ഫുഡും തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഒരു നോയമ്പ് ആചരിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ ഹൈ റിസ്ക് ഇല്ലാത്തവർ ഇങ്ങനെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ ഈ ലോ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ ഇങ്ങനെ ഈ നോയമ്പ് സുഗമമായിട്ട് എടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ സാധാരണ ഈ നോയമ്പ് എടുക്കരുതെന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് ആദ്യത്തെ 6 മാസം. നമുക്കറിയാം കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുന്ന ആദ്യത്തെ 6 മാസം. അപ്പോൾ അമ്മയിൽ നിന്നാണ് കുഞ്ഞിന് ഈ ന്യൂട്രീഷൻ, ഈ ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കുഞ്ഞിന് കിട്ടുന്ന പോഷകം. അപ്പോൾ ഈ അമ്മ ആ സമയത്ത് ഉപവസിച്ചാൽ ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി കുറയാം, അതിൻ്റെ ക്വാളിറ്റിയും കുറയാം. അപ്പോൾ ഈ ആദ്യത്തെ 6 മാസം ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരോട് ഈ നോയമ്പ് എടുക്കരുതെന്ന് തന്നെയാണ് അഡ്വൈസ് ചെയ്യാറുള്ളത്. അതിനുശേഷം, അതായത് വീനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പകൽ സമയത്ത് കുഞ്ഞിന് മറ്റുള്ള വീനിങ് ഫുഡ്സൊക്കെ കൊടുക്കാൻ സാധിക്കും, മറ്റുള്ള ഫുഡ് കൊടുക്കാൻ പറ്റും. രാത്രിയിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ലാക്ടേഷനിൽ ആ സമയത്ത് പിന്നെ കുഴപ്പമുണ്ടാവില്ല. അതുപോലെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലും വളരെ ബുദ്ധിമുട്ടാണ്. പ്രഗ്നൻസിയുടെ ആദ്യത്തെ സമയത്ത് നമുക്കറിയാം വളരെ വോമിറ്റിംഗ് ഒക്കെയുള്ള സമയത്ത് നമ്മൾ സാധാരണ പറയുക ഇടവിട്ട് കുറേശ്ശെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്, കൂടുതൽ വെള്ളം കുടിക്കേണ്ട സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തും ഈ നോയമ്പെടുക്കുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ജുഡീഷ്യസ് ആയിട്ട് അവരവരുടെ ആരോഗ്യം, അവരവരുടെ പ്രഗ്നൻസി എല്ലാം ആ ലേഡിക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ജുഡീഷ്യസ് ആയിട്ട് നോയമ്പെടുക്കുന്നതിൽ കുഴപ്പമില്ല. എല്ലാവർക്കും ഒരു നല്ല റമദാൻ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.